ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ്. കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സാറ്റർഡേ, നാളെ സൺഡേ നമ്മുടെ കുറച്ച് കസിൻസ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡ് ഒക്കെ വെക്കാനായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് വെക്കാൻ പോണേ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ചേട്ടന് അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ സാറ്റർഡേ ആണല്ലോ, അപ്പൊ നമുക്ക് ഇന്ന് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും നേരം വൈകി എണിക്കുന്ന ദിവസമാണെങ്കിലും ഇപ്പൊ രണ്ടാളും കുട്ടികൾ നേരത്തെ എണിക്കാൻ തുടങ്ങി. കാരണം സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ അവർക്കൊരു ഓർഡറൊക്കെ വന്നല്ലോ, ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവര് നേരത്തെ എണീറ്റു. പക്ഷെ നമ്മള് വീക്കെൻഡ് അല്ലേ കുറച്ചു നേരം എന്നൊക്കെ എടുക്കാന്ന് വിചാരിച്ചാലും അവര് സമ്മതിക്കില്ല. അപ്പൊ നമ്മളും പിന്നെ എണീറ്റു. അപ്പൊ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പോർക്ക് ഇറച്ചി വെക്കണം, പിന്നെ ബീഫ് കായിട്ടിട്ട് വെക്കും. അത് ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈല്. എനിക്ക് തോന്നുന്നു നമ്മുടെ സൈഡിലേക്ക് ഞാൻ അങ്ങനെ ഇറച്ചിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണം ഇട്ട് വെക്കുന്ന ഒരു കൂടുതലായിട്ടുള്ളത്. അപ്പൊ ബീഫ് കായിട്ട് വെക്കണം, പിന്നെ മീൻകറി, പിന്നെ ഫിഷ് ഫ്രൈ, പിന്നെ എന്തെങ്കിലും ഒരു തോരൻ. പിന്നെ വരുന്നതിൽ ഒരാള് കുറച്ച് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഇടയിൽ വിടും. അതായത് കുറച്ച് നോൺ കഴിക്കും, എന്നാൽ ഫുള്ളായിട്ട് എല്ലാ ഐറ്റംസും കഴിക്കൂല. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് സാമ്പാറും വെക്കുന്നുണ്ട്. പിന്നെ ഒരു എന്തെങ്കിലും ഒരു തോരൻ, അങ്ങനെ എന്തെങ്കിലും കൂടി ആക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കുറച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങള്. അപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പണിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാളികേരം ഉള്ളത് തേങ്ങ, അതിന്റെ ബോക്സ് ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചു. അതിന്റെ ഐസൊക്കെ വിട്ടിട്ട് വേണമല്ലോ നമുക്ക് എല്ലാത്തിലേക്കും ആവശ്യമുണ്ട്. മീൻ കറി ഉണ്ടാക്കുമ്പോൾ വേണം, പോർക്ക് വരട്ടണയിലേക്ക് വേണം, പിന്നെ നമുക്ക് ബീഫ് കറി വെക്കണയിലേക്കും വേണം. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വേറെ ഐറ്റംസ് ആണ്, ഇതൊന്നും നോക്കണ്ട. അപ്പോൾ നാളികേരം എടുത്തു. പിന്നെ നല്ല പച്ച മാങ്ങ. ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും, പക്ഷെ ഇത് നാട്ടിൽ നിന്ന് അവിടെ അപ്പച്ചനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇത് കവറുമലത്തതാണ് കേട്ടോ, അങ്ങനെ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് നാൾ ഇരിക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി പച്ചമാങ്ങ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മീൻകറി ഇതൊക്കെ വെക്കുമ്പോൾ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി വന്നിട്ട് ഉണ്ടാക്കണം. അപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ പോർക്ക് മേടിച്ചിട്ടുണ്ട്, ബീഫൊക്കെ. പിന്നെ ഞാൻ മീൻ കറിക്കായിട്ട് മാങ്ങ അതുപോലെ ഉപ്പും മുളകൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് അങ്ങനെ ഇനി മീൻ വെക്കണം. അപ്പോൾ മീൻ കഷ്ണമാണ് നേരത്തെ കണ്ടത്. അങ്ങനെ നമ്മുടെ മീൻ കറി അങ്ങനെ ഒരുവിധം അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടി അത് കാച്ചാനൊക്കെ ഉണ്ട് കേട്ടോ, കറിയായിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ബീഫ് റെഡിയാക്കാനായിട്ട് ബീഫിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടു. മീൻകറി ഏകദേശം ഒരുവിധമായിട്ടുണ്ട്. മീൻകറി ഇനി ചുവന്നുള്ളിയൊക്കെ ഒന്ന് കാച്ചി അതിന് മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മീൻകറി സെറ്റ്. ഇനി ബീഫ് കായിട്ട് വെക്കാനായിട്ട് ബീഫ് ഫസ്റ്റ് വേവിക്കാൻ വെക്കണം. അപ്പോൾ ബീഫിലേക്ക് പൊടികളൊക്കെ ഇട്ടു, ഇനി ഒരു സവാള ഇട്ടു, പിന്നെ ഒരു 2-3 പച്ചമുളക് കീറിയതും കുറച്ച് വേപ്പിൻ്റെ ഇലയും ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെക്കാം. അങ്ങനെ ഇപ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല, പച്ചമുളകും ഇട്ടിട്ടില്ല. ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കൂട്ടി തിരുമ്മിയിട്ടൊന്ന് ഒരു കുറച്ച് നേരം ഒന്ന് അതിങ്ങനെ വെക്കാം, അതിലേക്ക് ആ പൊടികളൊക്കെ ഒന്ന് പിടിക്കാം. എല്ലാ ഇറച്ചിയിലേക്കും പൊടികളൊക്കെ ഒന്ന് പിടിക്കണ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഒന്ന് പൊടികളൊക്കെ നമുക്ക് അതിലേക്കൊന്ന് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് പൊടികളൊക്കെ ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള
കായൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് നുറുക്കി വെക്കാം. ഇത് നമുക്ക് ബീഫ് കായിട്ട് വെക്കലേക്കാണ് കേട്ടോ. അതായത് നാളികേരത്തിൽ 2 ചുവന്നുള്ളിയും കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി നാളികേരം വറുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് ബീഫിലേക്ക് ചേർക്കും. അങ്ങനെ മീൻകറിയായി. പിന്നെ നമ്മൾ ബീഫ് കായിട്ട് വെച്ചു. ഇനി നമുക്ക് പോർക്കിറച്ചി ഉണ്ടാക്കണം. പോർക്കിറച്ചിക്കുള്ള വറുത്ത് പൊടിക്കാനുള്ള നാളികേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അതിലേക്ക് മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ ഇനി അടുത്ത പണി പോർക്കിറച്ചി വെക്കും. അപ്പോൾ ഇതാണ് നാളികേരം വറുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുരുമുളകും പിന്നെ അതുപോലെ പെരിഞ്ചീരകവും മസാലകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തെരി സൗണ്ട് വരുന്ന പോലെ അങ്ങനെയുള്ള പോലെ നല്ലോണം മുരിക്കണ പോലെ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ അന്നൊരു സാറ്റർഡേ ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മുടെ 8:15 കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിൽ പള്ളിയിൽ പോകുമായിരുന്നു കേട്ടോ. ഇനി കാണുന്ന വിശേഷങ്ങളൊക്കെ സൺഡേ മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ആവുന്ന ആ ഒരു സമയത്തുണ്ടായതാണ്. അങ്ങനെ നമ്മുടെ കസിൻസൊക്കെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇനി എല്ലാവരും കൂടിയുള്ള കുറച്ച് സമയമാണ് ഈ ഒരു കാണുന്ന വിശേഷങ്ങൾ. ചെറിയ കുട്ടി പട്ടാളത്തിൻ്റെ ഒരു ഗ്യാങ് വേറൊരു സൈഡിൽ, ഇനി നമ്മുടെ കുറച്ചും കൂടി വലിയ ആൾക്കാരുടെ ഒരു ടീം വേറെ സൈഡിലിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് അന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ള ആ ഒരു ടീം കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കൂടുന്ന ഒരു ദിവസമായിരുന്നതുകൊണ്ട് ഇപ്പോഴും എല്ലാ ആളുകളും നമ്മുടെ ഗ്രൂപ്പിലത്തെ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് കുറേ നാളുകൾ മുന്നേ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു ദിവസം. പക്ഷെ എങ്ങനെ നോക്കിയാലും ആരെങ്കിലും ഉണ്ടാവില്ല. അതുപോലെ ഇപ്രാവശ്യം എല്ലാവർക്കും നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും വരാൻ പറ്റിയില്ല. എന്നാലും ഉള്ളവരെല്ലാവരും കൂടിയിട്ട് നമ്മൾ കൂടിയൊരു ദിവസമായിരുന്നു കേട്ടോ അന്നത്തെ വിശേഷം. കുട്ടികളുടെ കളികളും കാര്യങ്ങളാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ കൂടെ ഇതുപോലെ കളിച്ചിരുന്നതാണ് അവരുടെ ഈ കളിക്കലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ജനറേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ജനറേഷൻ ഇതുപോലെ അവരുടെ കസിൻസൊക്കെ അങ്ങനെ അവരൊക്കെ കൂടിയിട്ടുള്ള കുറച്ച് സമയങ്ങൾ. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നമ്മളുടെ ആ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു വിഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ പരിപാടി പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു. പിള്ളേർ സെറ്റ് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കഴിക്കുന്ന പോലെ അവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആദ്യം പിന്നെ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന പോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കളിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ടാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുട്ടികൾ ആ ഒരു സൈഡിലായിരുന്നു. അപ്പോൾ നമ്മൾ വലിയവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ടീമോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പിന്നെ നമ്മുടെ ചായയുടെ ഒക്കെ ഒരു ടൈമായിട്ട് ഒരു ഈവനിങ് ഒരു 4-4:30 ആ ഒരു സമയമൊക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസിൻസ് എല്ലാവരും ദുബായിലാണ്. അവർക്ക് ഇനി തിരിച്ച് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോകണം. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വർക്കിംഗ് ഡേയും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് നേരത്തെ പോകും വേണം. അപ്പോൾ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബുദാബി ബാക്കി എല്ലാവരും ദുബായിലാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്ര എന്താ പറയുക ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു എറണാകുളം വരെ പോകുന്ന ആ ഒരു ദൂരമല്ലേ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നീട് നമ്മൾ ചായ ഉണ്ടാക്കി. ചായക്കുള്ള സ്നാക്സൊക്കെ അവർ തന്നെ പുറത്തൊക്കെ പോയപ്പോൾ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല പഴംപൊരിയും പരിപ്പോടിയും അങ്ങനെ വേറെയും എന്തൊക്കെയോ സ്നാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മുടെ ചായ കുടിക്കലും പരിപാടികളായിരുന്നു. പിന്നീട് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കിയേ, കണ്ണാടിക്ക് അങ്ങോട്ട് ചേട്ടനോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഇത് കുറേ നാളുകളായിട്ടൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി കൂടാന്നുള്ളത്. അങ്ങനെ നമ്മളുടെ ഉള്ള കസിൻസൊക്കെ കൂടി നമ്മളൊരു ദിവസം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 ദിവസത്തെ കൂടിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you on my next video. Bye.